55-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. എ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ബി. ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന എയും ബിയും ശരിയല്ല. 56-ാമത്തെ ചോദ്യം. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. 57-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. എ. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു. ബി. 1884 ചെങ്കുളത്തു കുഞ്ഞിരാമ മേനോൻ്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനമാരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. 58-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. എ. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 ബി. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. 59-ാമത്തെ ചോദ്യം. ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. ഉത്തരം ഓപ്ഷൻ സി. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. 60-ാമത്തെ ചോദ്യം. കോഡ് വ്യത്യാസപ്പെടുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ. സ്റ്റാറ്റിക് വെബ് പേജ്.